ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പത്തലാണ്. ഞങ്ങളുടെ നാട്ടിൽ നെയ്പ്പത്തല്യ എന്നാണ് ഇതിന് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പച്ചരി ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ്. നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. അരിപ്പയിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഊറ്റാൻ വെച്ചതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. കുറച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിയോടുകൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിയിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയും പിന്നെ ഇതാ ജീരകം, സവാള. ഇത് നന്നായിട്ട് അരച്ചിട്ട് വേണം നമ്മളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഈ പൊടിച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ടുണ്ട്. ലൂസായാലും നമുക്ക് റവപ്പൊടിയോ പുട്ടുപൊടിയോ ഇട്ടിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് റവപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഞാൻ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് ടൈറ്റാക്കി എടുക്കേണ്ടത്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം ഇനി നമ്മൾ ആക്കി വെച്ചിരുന്ന ചെറിയ ബോൾസുകളൊക്കെ ഈ പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി എടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് വരും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, എന്നാലത് പൊങ്ങി വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ നെയ്പ്പത്തല്ലേ റെഡിയായി. ഇത്ര പണിയുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.